അർജന്റീന ഫുട്ബോൾ ടീമിനെ കേരളത്തിലെ ആ സന്ദർശനവുമായിട്ട് ബന്ധപ്പെട്ട വിവാദങ്ങൾ ഇപ്പം ഇങ്ങനെ കൊഴുത്തിരിപ്പുണ്ട്. അപ്പം ഈ വിവാദങ്ങളിൽ നിന്ന് എന്തായാലും ഇപ്പോൾ പിണറായി വിജയനാണെങ്കിൽ, അതായത് മുൻ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനും അന്നത്തെ കായിക മന്ത്രിയായിരുന്ന അബ്ദുൾ റഹ്മാനും ഒഴിഞ്ഞു മാറാൻ പറ്റാത്ത രീതിയിൽ കുടുങ്ങിക്കഴിഞ്ഞു. ഇതില് നമ്മള് നിരവധി കാര്യങ്ങളുണ്ട്. അതായത് പിണറായി വിജയൻ എങ്ങനെ ഇതിനകത്ത് കുറ്റക്കാരനാകുന്നു, അബ്ദുറഹിമാൻ എങ്ങനെ ഇതിനകത്ത് കുറ്റക്കാരനാകുന്നു, ഇതിൽ പ്രധാന പങ്ക് വഹിച്ചിരിക്കുന്ന ആൻഡോ അഗസ്റ്റിൻ എങ്ങനെ ഇതിൽ കുറ്റക്കാരനാകുന്നു, പിന്നെ നിലവിൽ വിജിലൻസ് അന്വേഷണത്തിലേക്ക് പോയാൽ അതിന് ഉള്ളിൽ നിന്നും കണ്ടുപിടിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം. ഇതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ആൻഡോ അഗസ്റ്റിൻ എന്ന് പറയുന്ന ഈ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് ലിമിറ്റഡിന്റെ കമ്പനി ലിമിറ്റഡിന്റെ മേധാവിയെ തന്നെ നമുക്ക് പരിശോധിക്കാം. അദ്ദേഹത്തിലേക്ക് നമ്മൾ എത്തിക്കഴിയുമ്പോൾ ഇദ്ദേഹം അത്ര കണ്ട് ഒരു നിഷ്കളങ്കനായ ഒരു വ്യക്തിയായിട്ട് നമുക്ക് പലപ്പോഴും കേരളത്തിലുള്ള എല്ലാവർക്കും തോന്നാൻ സാധ്യതയില്ല. കാരണം എന്താണ്, മാംഗോ ഫോൺ എന്ന് പറഞ്ഞൊരു ഫോൺ കൊണ്ടുവന്നിരുന്നു. അത് എല്ലാവരിലേക്കും എത്തിക്കുന്ന രീതിയിൽ, അതായത് ഈ ആൻഡ്രോയിഡ് ഫോൺ ജനറലൈസ് ചെയ്യുക, സാധാരണക്കാരിലേക്ക് കൂടി എത്തിക്കുക എന്നൊരു പ്രോജക്റ്റ് കൊണ്ടുവന്നു. പക്ഷേ പിന്നീട് അതിനെക്കുറിച്ച് നമ്മളാരും കേട്ടിട്ടേ ഇല്ല. പിന്നീട് അതിനുശേഷമാണ് മുട്ടിൽ മരമുറി എന്ന് പറയുന്ന ഒരു കേസ് അഗസ്റ്റിൻ സഹോദരങ്ങൾക്ക് എതിരായി ഉയരുന്നത്. അപ്പൊ ഇങ്ങനെ രണ്ട് തരത്തിൽ ജെനുവിനിറ്റി നഷ്ടപ്പെട്ട് നിൽക്കുന്ന ആള് തന്നെയാണ് ഈ പറയുന്ന ആൻഡോ അഗസ്റ്റിൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നിലവിൽ അങ്ങനെ ഒരു സാഹചര്യം ഉള്ളപ്പോൾ പിന്നെ എങ്ങനെ ഇങ്ങനെ ഒരു സാഹചര്യം ഒരുക്കി കൊടുത്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി നമ്മൾ ആലോചിക്കേണ്ടത്. അതും സർക്കാർ നിൽക്കുന്ന സമയം, ഇടതുപക്ഷ സർക്കാർ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയം, അതിന്റെ ഒരു അവസാന നാളുകൾ എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു കാലം. ആ കാലത്ത് എങ്ങനെയാണ് ഇങ്ങനെ പിന്നെ ഇദ്ദേഹം അല്ലെങ്കിൽ ആൻഡോ അഗസ്റ്റിൻ തലപ്പത്തിരിക്കുന്ന ഒരു കമ്പനിയിലേക്ക് ഇതിന്റെ ഒരു പാർട്ട്ണർഷിപ്പ് കൊടുക്കുന്നത് എങ്ങനെയാണ് എന്ന് പറയുന്ന ഒരു ചോദ്യം നമ്മുടെ മുന്നിൽ എപ്പോഴും ഉണ്ട്. ആ ചോദ്യത്തിനുള്ള ഉത്തരവാണ് ശരിക്കും ഇന്ന് പിണറായി വിജയൻ നൽകേണ്ടതുണ്ട്, അല്ലെങ്കിൽ അബ്ദുറഹിമാൻ നൽകേണ്ടതുണ്ട്. എന്തിനാണ് ആൻഡോ അഗസ്റ്റിനെ ഇതിൽ ഒരു കൃത്യമായി പറഞ്ഞൊരു ഓപ്പൺ ടെൻഡർ വിളിച്ചിട്ടൊന്നുമില്ല, അദ്ദേഹത്തെ സ്പോൺസർഷിപ്പ് ഏൽപ്പിക്കുക ചെയ്ത്. സാധാരണഗതിയിൽ സ്പോൺസർഷിപ്പ് ഏൽപ്പിക്കുന്നതിന് ഒരുപാട് നടപടിക്രമങ്ങളുണ്ട്. ഒരു ടെൻഡർ വിളിക്കുക, ആ ടെൻഡർ വിളിച്ചതിന് ശേഷം അതിൽ കോട്ട് ചെയ്തിരിക്കുന്ന തുകയും ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ ആയിട്ട് അനുസരിച്ചിട്ടായിരിക്കും ടെൻഡർ വിളിച്ചിട്ട് നടപടിക്രമങ്ങളിലേക്ക് പോവുക. അതോടൊപ്പം ഫിഫ രജിസ്ട്രേഷൻ ഇല്ലാത്ത ഒരു അർജന്റീന എന്ന് പറയുന്ന ഫുട്ബോൾ ടീമിന് നമുക്കിവിടെ ഒരുപാട് ഫാൻസ് ഉണ്ടെങ്കിലും അവരുടെ റേഞ്ച് വേറെയാണ്. അർജന്റീനയാണെങ്കിലും ഒരു അന്തർദേശീയ തലത്തിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്തിന്റെ, ഇപ്പൊ സ്പെയിൻ ആണെങ്കിൽ, ഇപ്പൊ സ്പെയിനൊക്കെ എന്ന് പറഞ്ഞാൽ ഇനി ഇവർ രക്ഷയില്ലാത്ത ടീമുകളായി മാറി. അപ്പം ഇവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ അവർ കളിക്കുന്ന ഗ്രൗണ്ട് ഫിഫയുടെ ഒരു ഇതുണ്ടായിരിക്കണം, രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം. അപ്പൊ അങ്ങനെ ഒരു രജിസ്ട്രേഷൻ ഇല്ലാത്ത ഒരു ഗ്രൗണ്ടിലേക്ക് കേരളത്തിലെ കൊച്ചിയിലുള്ള ഒരു സ്റ്റേഡിയത്തിലേക്ക് വന്ന്, കല്ലൂർ സ്റ്റേഡിയത്തിലേക്ക് വന്ന് അവർ വന്ന് കളിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് സാധ്യമാക്കുക? ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് നമുക്കിപ്പോഴും വ്യക്തതയില്ലാത്ത കുറെ കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഈ പറയുന്ന പോലെ പൈസ കൊടുത്തിട്ടുണ്ട്, 126 കോടി കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നു. ഈ 126 കോടി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ 126 കോടി എങ്ങനെ കൊടുത്തു? അതായത് ഇതിപ്പം വിജിലൻസിന്റെ അന്വേഷണത്തിലേക്ക് പോവാണ്. ഇനി ഇത് കഴിഞ്ഞ ഉടനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വരും. സ്വാഭാവികമായിട്ടും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഒരു അന്വേഷണം ഇതിനകത്തുണ്ടാവും. കാര്യം ഇതൊരു ദേശീയ തലത്തിൽ നിന്നുകൊണ്ട് ചിന്തിക്കുമ്പോൾ അവിടെ FCRA നിയമം അടക്കമുള്ള അല്ലെങ്കിൽ ഫെമ ആക്ട് ഇതിനകത്ത് നിലവിൽ വരുന്ന സാഹചര്യമുണ്ട്. അപ്പം പിന്നെ ഇത്തരത്തിലുള്ള ആക്ടുകളുടെ ലംഘനം ഇതിനകത്ത് നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം കൃത്യമായി അന്വേഷിച്ചെങ്കിൽ മാത്രമേ ഇതിനകത്ത് നമുക്ക് വ്യക്തതയുണ്ടാവും. അല്ലെങ്കിൽ ഫെമയുണ്ട്, FCRA ഉണ്ട്, ഇതെല്ലാം എങ്ങനെയാണ്? പിന്നെ ഇതോടൊപ്പം തന്നെ വേറെ വലിയൊരു ക്രിമിനൽ ഒഫൻസ് കിടക്കുന്നത് അതിനകത്ത് സൂചനയാണ് ആ റിപ്പോർട്ടിനകത്ത്. അതായത് ഇവിടെ നിന്ന് ഡോളർ കടത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിലും ഒരു അന്വേഷണം വേണം എന്നുള്ള തലത്തിലേക്കൊക്കെ പോകുമ്പോൾ ഇതിന്റെ റേഞ്ച് മാറുന്ന ആലോചിച്ച് നോക്കിയുള്ളൂ. ഇപ്പൊ ഇതില് എന്തുകൊണ്ട് മുഖ്യമന്ത്രി ആയിരുന്ന പിണറായി വിജയനും അന്നത്തെ കായിക വകുപ്പ് മന്ത്രിയായിരുന്ന അബ്ദുറഹ്മാനും കുറ്റക്കാരാകുന്നു എന്ന് ചോദിച്ചാൽ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരാൾക്ക്, അതായത് ഒട്ടും അദ്ദേഹത്തിന്റെ പേര് നിലനിൽക്കുന്ന കേസുകൾ, മുട്ടിൽ മരമുറി കേസ് നിൽപ്പുണ്ട്, മാംഗോ ഫോണുമായി ബന്ധപ്പെട്ടുള്ള കേസ് നിലനിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ ഇങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിൽ എന്ത് ഇതിന്റെ ഉറപ്പിന്മേലാണ്, അല്ലെങ്കിൽ എന്ത് ഉത്തരവാദിത്തത്തിന്റെ പുറത്താണ് ഇങ്ങനെ ഒരാൾക്ക് കൊടുത്തത് എന്ന് പറയുന്ന ഒരു ചോദ്യമുണ്ട്. അതിലപ്പം മുൻ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ മറുപടി പറയണം. തന്റെ ഭരണകാലത്ത് എന്തിനാണ് ഇങ്ങനെ ചെയ്തത് അത് പറയണം. ഇനി 10 വോട്ടിന് വേണ്ടി അർജന്റീന ടീമിനെ കേരളത്തിലേക്ക് ഇറക്കാൻ വേണ്ടിയിട്ട് നടത്തിയ ശ്രമമാണ് എന്ന് വേണമെങ്കിൽ പറഞ്ഞൊഴിയാം. ഇല്ലാന്നുണ്ടെങ്കിൽ ആൻഡോ അഗസ്റ്റിൻ വന്ന് സംസാരിച്ചപ്പോൾ നല്ലൊരു ഐഡിയ ആണെന്ന് തോന്നി, ഞങ്ങൾ അത് ചെയ്തു എന്ന് പറയാം. പക്ഷെ ഇതിനകത്ത് കുറ്റകരമായ അനാസ്ഥ സംഭവിച്ചിട്ടുണ്ട്. കാര്യം സർക്കാർ തലത്തിൽ ചെയ്യേണ്ട പല കാര്യങ്ങളും ചെയ്തിട്ടില്ല എന്നുള്ളതാണ്.
അതായത് കായിക വകുപ്പ് മന്ത്രി ചെയ്യേണ്ട കാര്യങ്ങൾ പലതും ചെയ്തിട്ടില്ല. കായിക വകുപ്പ് മന്ത്രിക്ക് വേണ്ടിയിട്ട് ഒരു ലെറ്റർ ഡ്രാഫ്റ്റ് ചെയ്യുന്നത് MES കോളേജിലെ ഒരു അസിസ്റ്റന്റ് പ്രൊഫസർ. ഇതൊക്കെ എങ്ങനെ സാധ്യമാവുന്നു എന്നുള്ളതാണ്. ഔദ്യോഗികമായി നടക്കേണ്ട അല്ലെങ്കിൽ സെക്രട്ടറി തലത്തിൽ പോലും നടത്തേണ്ടിയിരുന്ന കാര്യങ്ങളൊക്കെ എഴുത്തുകുത്തുകൾ പോലും ലെറ്റർ ഡ്രാഫ്റ്റ് ചെയ്യാൻ കൊടുക്കുന്നത് പുറത്തു കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്തൊരു നാണംകെട്ട പരിപാടിയാണെന്ന് ആലോചിച്ച് നോക്കും. ഇത് സർക്കാരിന്റെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോവാണ്. അപ്പൊ ഇതിനകത്ത് എവിടെയൊക്കെയോ ചില കള്ളക്കളികൾ നടന്നിട്ടുണ്ട് എന്ന് ജനം സംശയിക്കുന്നേ. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ പൊതുജനം അങ്ങനെ സംശയിച്ചില്ലെങ്കിൽ അവരെ ഇത് കാരണം എന്താ, കഴിഞ്ഞ സർക്കാരിന്റെ കാലഘട്ടത്തിൽ കേരളത്തിൽ ഉണ്ടായിട്ടുള്ള അഴിമതികൾ ഒന്നൊന്നായിട്ട് ഇപ്പൊ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയല്ലേ. ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ശബരിമലയുമായി ബന്ധപ്പെട്ട് 2 കേസുകളാണ് ഇപ്പൊ നിലവിലിരിക്കുന്നത്. അത് അന്നത്തെ കോൺഗ്രസിൽ നിന്ന് വന്ന് CPM ആവുകയും പിന്നീട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആവുകയും ചെയ്ത പ്രശാന്തുമായി ബന്ധപ്പെട്ട അഴിമതി കിടക്കുകയല്ലേ. പ്രശാന്ത് പിന്നെ സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രശാന്ത് ചോദ്യം ചെയ്യൽ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് നെയ്യുടെ വിഷയം വരുന്നത്. അപ്പൊ ശബരിമലയിൽ 120 അത്രയും വേണ്ടിയിരുന്ന ലക്ഷം ടണ്ണിന് പിന്നെ 500 സംതിങ് വേണ്ടത് അതിന്റെ പകുതിയോളം മറിച്ചു വിറ്റിട്ട് ഏകദേശം കോടിക്കണക്കിന് രൂപയുടെ 2 കോടിക്കോ അതിന്റെ മുകളിൽ ഒരു അഴിമതി നടത്തിയിരിക്കുന്ന ഒരാളാണ് ശരിക്കും പറഞ്ഞാൽ PS പ്രശാന്ത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടെ ഉണ്ടാകാൻ പോകുന്ന എന്താണെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ സർക്കാർ നടത്തി വന്നതെല്ലാം അഴിമതിയായിരുന്നു എന്ന് പറയുന്ന ഒരു പൊതുധാരണയിലേക്ക് പൊതുജനം എത്തിച്ചേരും. ഇത് CPM എന്ന് പറയുന്ന പാർട്ടിക്ക് ഉണ്ടാക്കാൻ പോകുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട്. CPM എന്ന് പറയുന്ന പാർട്ടിക്ക് ഉണ്ടാക്കുന്ന ഒരു മങ്ങലും, ആ മങ്ങല് ഇത് എത്ര കാലം കഴിഞ്ഞാൽ അപ്പം നേരെ ആവുക. ഇപ്പം ആലപ്പുഴ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് വേറെ വലിയ വിവാദമാണ് കത്തിയിരിക്കുന്നത്. ആലപ്പുഴ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏകദേശം 10,000-ലധികം റിക്രൂട്ട്മെന്റ് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നടന്നു. അവിടെ 2 ലക്ഷം രൂപ മുതൽ 50 ലക്ഷം രൂപ വരെ ആ റിക്രൂട്ട്മെന്റിന് വേണ്ടിയിട്ട് ഡൊണേഷൻ മേടിച്ചിട്ടുണ്ട്, അല്ലെ കൈക്കൂലി വാങ്ങിയിട്ടുണ്ട് എന്ന തരത്തിലേക്ക് പോവാണ്. വീണ ജോർജിന് എതിരായിട്ട് 1,00,000 കോടിയുടെ അഴിമതിയാണ് അവർ ആരോപിക്കുന്നത്. അപ്പം അത് ഇപ്പൊ ഉടനെ അന്വേഷണത്തിലേക്ക് പോകും. കാര്യം പിന്നെ K മുരളീധരൻ ഇതെല്ലാം കൂടെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് തന്നെ ഇറങ്ങി തിരിച്ചിരിക്കുകയാണെന്ന് നമുക്ക് തോന്നിപ്പോകും. കാരണം ഇപ്പൊ ശബരിമലയിലെ നെയ്യുടെ ക്വാളിറ്റി പരിശോധിക്കാൻ വേണ്ടി അവിടെ ലാബുകൾ അവിടെ ഏർപ്പെടുത്തുന്ന ഫോറൻസിക് അടക്കമുള്ള ടീമുകൾ വന്നിട്ട് അവിടെ ലാബുകൾ ഏർപ്പെടുത്തുന്ന സംവിധാനമൊക്കെ ഇപ്പൊ സന്നിധാനത്ത് നിലയ്ക്കലൊക്കെ ആരംഭിക്കുമെന്ന് പറയുന്നു. നിലയ്ക്കൽ, പമ്പ ഇവിടെങ്കിൽ 3 ഇടത്തായിട്ട് തുടങ്ങുമെന്നൊക്കെയാണ് പറയുന്നത്. അപ്പം ശബരിമലയിൽ എന്ത് സംഭവിക്കുന്നു എന്നറിയാൻ വേണ്ടിയിട്ട് അവിടെ മുരളീധരൻ റെഡിയാണ്. ആരോഗ്യവകുപ്പിൽ നടന്നിട്ടുള്ള കുറ്റകരമായ കാര്യങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ മുരളീധരൻ റെഡിയാണ്. അപ്പം വീണ ജോർജ് നടത്തിയിട്ടുള്ള അഴിമതികൾ, മരുന്ന് പർച്ചേസിങ്, ഈ പറയുന്ന ഉപകരണങ്ങളുടെ പർച്ചേസിങ്, ഇതൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പം ഇതും കൂടി ആയി കഴിഞ്ഞപ്പോൾ, അതായത് ഈ വിവാദം, അതായത് മെസ്സിയെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇത്ര കോടി രൂപ, അത് ചെറിയ എമൗണ്ട് ആണെങ്കിൽ ഓക്കെ, 126 കോടി രൂപയുടെയാണ്. അപ്പം ഇത് ഈ 126 കോടി അവിടെ മുടക്കുമ്പോൾ, അതായത് ഒരു പ്രൈവറ്റ് പാർട്ടി, ഒരു സ്വകാര്യ വ്യക്തി അല്ലെങ്കിൽ ഒരു സ്വകാര്യ കമ്പനി എന്തിനാണ് ഇങ്ങനെ 126 കോടി രൂപ ഒന്നുമില്ലാതെ എടുത്ത് മുടക്കുന്നത്? അയച്ചു, SBI വഴി ഈ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്തു എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. അതില് പിന്നെ ഈ പറയുന്ന ഇവരുടെ RBIയുടെ അനുമതി ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അപ്പൊ കേന്ദ്ര സർക്കാർ അറിഞ്ഞിട്ടാണോ ഈ ഇടപാട് നടന്നിരിക്കുന്നത്? ഇന്ത്യയിലുള്ള ഏതൊരാൾക്കും ഇത്രയും വലിയ തുക വിദേശത്തേക്ക് കൈമാറുമ്പോൾ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് കൈമാറുമ്പോൾ സ്വാഭാവികമായി ഇത് കേന്ദ്ര സർക്കാരിന്റെ പെർമിഷൻ വേണം. അങ്ങനെ ഉള്ള പെർമിഷൻ ഉണ്ടോ? അങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ ഇതിന്റെ അന്വേഷണ പരിധിയിൽ വരേണ്ടതുണ്ടെന്നേ. അല്ലാതെ വെറുതെ ഒന്നും നമുക്ക് ഈ പിന്നെ ഇപ്പൊ കൊണ്ടുവരാന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് വരാൻ പറ്റുന്ന ഗാനമേള ടീമൊന്നും അല്ലത്. അത് അർജന്റീന ടീമാണ്. ആ ടീം ഇവിടെ വരുന്നതിന് എന്തെല്ലാം കടമ്പകൾ കിടക്കണമെന്ന് ആലോചിച്ചു. വെറുതെ വരാൻ പറ്റൂ? അത് മറ്റൊരു രാജ്യത്തുള്ള ഏറ്റവും പ്രശസ്തമായ ഒരു ടീം, ആ ടീം കേരളത്തിലെ കലൂര് വന്ന് ഫുട്ബോൾ കളിക്കണം. ആ 2 ടീമുകൾക്കെതിരെ 2 കളികളാണ് പറഞ്ഞിരുന്നത്. ഇപ്പം എങ്ങനെയാണ് ഇതിനകത്ത് നടന്നത്? അപ്പൊ മുഖ്യമന്ത്രിക്ക് എന്താണ് ഇതിനകത്ത് പങ്ക്? അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് എന്താണ് ഇതിൽ നിന്ന് ലാഭം ഉണ്ടാകുക? ഇപ്പം വേറൊരു തലത്തിൽ നമ്മൾ ആലോചിച്ചു കഴിഞ്ഞാല്, ഇപ്പം ആന്റോ അഗസ്റ്റിൻ ഇറങ്ങിയത് തന്റെ കമ്പനിക്ക് ഒരു വലിയ നേട്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. മീൻസ് അതിനൊരു മാർക്കറ്റിംഗ് എന്ന് വേണേൽ പറയാം. അപ്പം റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി ലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ ദേശീയ തലത്തിൽ പോലും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു നിലയിലേക്ക് മാറും. അപ്പം അങ്ങനെ വരുമ്പോൾ ഇത് പുള്ളിയുടെ ഒരു സ്വകാര്യമായ ആവശ്യമായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് വിചാരിക്കാം. സ്വകാര്യമായ ഒരു ആവശ്യം, അതിനുവേണ്ടി അദ്ദേഹം അങ്ങോട്ട് ചിലപ്പോൾ സമീപിച്ചതാവാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ കേരളത്തിലെ അന്നുണ്ടായിരുന്ന മുഖ്യമന്ത്രിക്കും V അബ്ദുറഹ്മാനും എന്താണ് ലാഭം? ഇതൊരു ചോദ്യമുണ്ട്. 126 കോടി രൂപ അദ്ദേഹം മുടക്കി. ആ 126 കോടി രൂപ അവിടെ മുടക്കിയിട്ട് അർജന്റീനയ്ക്ക് കൊടുത്തു എന്ന് തന്നെ കരുതുക. അർജന്റീന ഫുട്ബോൾ അസോസിയേഷന് ഇത് കൊടുത്തു എന്ന് തന്നെ കരുതുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹത്തിന് ഓക്കെ, അത് അന്തർദേശീയ തലത്തിലും പറയപ്പെട്ടു. ആരാണ് എന്റെ പിന്നെ പാർട്ണർ എന്ന് ചോദിച്ചാൽ, സ്പോൺസർ ആരാന്ന് ചോദിച്ചാൽ റിപ്പോർട്ടർ ചാനലാണ്, അല്ല റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്നത്, അല്ലെ ലിമിറ്റഡ് കമ്പനി ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു വലിയ സംഭവമാണ് അത് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. അപ്പം ആന്റോ അഗസ്റ്റിൻ എന്ന് പറയുന്ന ഒരാൾക്കും കിട്ടുന്ന ഒരു അന്തർദേശീയ തലത്തിൽ കിട്ടുന്ന ഒരു വാല്യൂ ഉണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്നു. ഒരു ചാനലായി അത് മാറുന്നു, വലിയ ചാനലായി മാറുന്നു.
അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണമെന്നുണ്ടെങ്കിൽ വേറെ എവിടെ വേണമെങ്കിലും റിപ്പോർട്ടർ TV എന്നുള്ള പേരിൽ വേണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് രാജ്യത്ത് എവിടെ വേണമെങ്കിലും ഒരു ഇംഗ്ലീഷ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ അദ്ദേഹത്തിന് കിട്ടുകയാണ്. ദേശീയ തലത്തിൽ എല്ലായിടത്തും ഉണ്ടെങ്കിൽ തന്നെയും ഒരു ഇംഗ്ലീഷ് ചാനലിലൂടെ അദ്ദേഹത്തിന് തുടങ്ങണമെന്ന് വിചാരിച്ചാൽ തുടങ്ങാൻ സാധിക്കും. ഡൽഹിയിൽ ഒരു ചാനലിന്റെ ഇത് സ്റ്റാർട്ട് ചെയ്യാൻ അദ്ദേഹത്തിന് സിമ്പിളായിട്ട് സാധിക്കും. അപ്പം അങ്ങനെ അത്രയും പ്രശസ്തനാകാൻ വേണ്ടിയിട്ട് അദ്ദേഹം ചെയ്തു എന്ന് വിചാരിക്കും. അദ്ദേഹത്തിന്റെ കമ്പനിയുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ്. അപ്പൊ ഇവർക്ക് എന്താ പ്രയോജനം? വി അബ്ദുറഹിമാൻ ഇതിന് കൂട്ടിക്കൊണ്ട് വി അബ്ദുറഹിമാൻ എന്താണ് പ്രയോജനം? പിണറായി വിജയൻ കൂട്ടു നിൽക്കുന്നതുകൊണ്ട് പിണറായി വിജയൻ എന്താണ് ഗുണം? ഇനി ജനനന്മയെ കരുതിയാണെന്ന് പിണറായി വിജയന് വേണമെങ്കിൽ പറയാം, ഞാൻ എൻ്റെ നാട്ടിലെ ജനങ്ങളുടെ നന്മയെ കരുതി ചെയ്ത കാര്യം. നമുക്കറിയാം പിണറായി വിജയൻ എടുത്ത PMAY പ്രധാനമന്ത്രിയുടെ ആവാസ് യോജനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിണറായി വിജയൻ എടുത്ത നിലപാട് വളരെ കണിശമായ നിലപാടായിരുന്നു. അവിടെ ആരുടെയും PMAയുടെ ലോഗോ പതിക്കാൻ സമ്മതിക്കില്ല, എൻ്റെ നാട്ടിലെ ജനങ്ങളുടെ ആത്മാഭിമാനത്തെ ഞാൻ ചോദ്യം ചെയ്യാൻ ഒരിക്കലും അനുവദിക്കില്ല. അത് കൃത്യ സ്റ്റാൻഡായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പൊ അത്രയും കൃത്യ സ്റ്റാൻഡ് സ്വീകരിച്ച മുഖ്യമന്ത്രിക്ക് ഇവിടുത്തെ ജനനന്മ എന്നെങ്ങനെ പറയാൻ പറ്റും? ഇവിടെ അർജന്റീന ടീം വന്ന് ഇവിടെ കൊച്ചി വന്ന് കളിക്കുന്നതുകൊണ്ട് പിണറായി വിജയൻ എങ്ങനെ ജനനന്മയാവും? ഈ നാട്ടുകാർക്ക് എന്താ പ്രയോജനം? ഈ നാട്ടുകാർ കളി കാണാൻ കയറണമെന്നുണ്ടെങ്കിൽ ആ സ്റ്റേഡിയത്തിനകത്തേക്ക് കയറണമെങ്കിൽ എത്ര സെക്യൂരിറ്റി ചെക്ക് കഴിയണം, എത്ര പാസ് എടുത്തിട്ട് വേണം അതിനകത്തേക്ക് കയറാൻ? അപ്പൊ സാധാരണക്കാർക്ക് അതുകൊണ്ട് പ്രയോജനമില്ല. ഇവിടുത്തെ മാർക്കറ്റിംഗ് ഇവിടുത്തെ മാർക്കറ്റ് വലിയ തോതിൽ വികസിക്കില്ല. കാര്യം 2 കളി 2 ദിവസമായിരിക്കും. 2 ദിവസം കൊണ്ട് നമ്മൾ ഉത്സവം കാണുന്ന പോലെ ഉള്ളൂ. അവിടുന്ന് ബാക്കിയുള്ളവർ ചട്ടിയും കലം കഴിയും, അവരുടെ പാട്ടിന് പോകും. പിന്നെ എന്താണ് നമ്മുടെ സാധാരണക്കാർക്കുള്ള ഗുണം? സാധാരണക്കാർക്ക് ഒരു ഗുണമില്ലാത്തൊരു പദ്ധതി. അപ്പൊ ഗുണം ആർക്കൊക്കെ ഇതിനകത്ത് നിന്ന് കിട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യം വസ്തുതയാണ്. ഈ ഡോളർ കടത്ത് അതിനകത്ത് ആക്ഷേപിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ഈ 126 കോടി ആൻഡോ അഗസ്റ്റിൻ എന്ന് പറയുന്ന ഒരാളുടെ തന്നെയാണോ എന്നുള്ള കാര്യത്തിലും അന്വേഷണം നടക്കേണ്ടതുണ്ട്. ഇനി അതല്ല, ഈ പറയുന്ന 2 പേരുണ്ടല്ലോ, ഇതിൽ കുറ്റക്കാരാണ് എന്ന് ആരോപിക്കപ്പെടുന്ന പിണറായി വിജയൻ, വി അബ്ദുറഹിമാൻ, ഇനി ഇവർക്ക് ഇതിനകത്ത് ആൻഡോയുമായി ചേർന്നുകൊണ്ട് നടത്തിയ ഒരു കൂട്ടുകച്ചവടത്തിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണോ, അല്ലെങ്കിൽ കൂട്ടുകച്ചവടമായിരുന്നു ഇത് എന്നുള്ള കാര്യം അന്വേഷണത്തിൽ തെളിയിക്കപ്പെടേണ്ടതുണ്ട്. അല്ലാതെ വെറുതെ നമ്മൾ ഇപ്പം അന്വേഷണം പോയിട്ട് കാര്യമൊന്നുമില്ല. ഇത് ED അടക്കമുള്ള SFIO അടക്കമുള്ള ആൾക്കാർ ഇതിനകത്ത് കൃത്യമായ അന്വേഷണം നടത്തേണ്ടത്. FEMA ആക്ട്, FCRA ആക്ട് ഇതൊക്കെ ലംഘിക്കപ്പെട്ടിട്ടുണ്ടോ? ഇവർക്ക് ലഭിച്ചിരിക്കുന്ന ലാഭം എന്താണ്? ഇതുകൊണ്ട് സാധാരണക്കാർക്ക് ഒരു ഗുണം ഉണ്ടാവില്ല എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. അപ്പൊ അങ്ങനെ സാധാരണക്കാർക്ക് ഒരു ഗുണമുള്ള പദ്ധതിയാണെങ്കിൽ പിന്നെ ആൾക്കാർ കൂടെ നിൽക്കും. ഇപ്പൊ എന്താ വെച്ചാൽ കൊച്ചിയിലുള്ള കുറച്ച് പേര് കയറി കളി കാണുമായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാന തലത്തിൽ നിന്ന് എത്ര പേര് വരും? അതിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു കപ്പാസിറ്റി ഉണ്ടല്ലോ ഈ കലൂർ സ്റ്റേഡിയത്തിന്. ആ ഉൾക്കൊള്ളാൻ കഴിയുന്ന കപ്പാസിറ്റിക്ക് പുറത്തുള്ളവർക്ക് ഒരിക്കലും അവിടെ പ്രവേശിക്കാൻ പറ്റത്തില്ല. ഇപ്പൊ ഞാൻ പോയി കളി കാണില്ല, അല്ലാന്നുണ്ടെങ്കിൽ വേറെ ആരും എന്റെ നാട്ടിൽ നിന്നോ അല്ലെങ്കിൽ ഉള്ളവരാരും എല്ലാവരും കൂടെ കളി കാണാൻ പോകാനത് നാട്ടിൽ നടക്കുന്ന ഉത്സവമൊന്നും അല്ലല്ലോ. അവർക്ക് അവിടെ അതിന്റെ ഒരു കപ്പാസിറ്റി, ആ കപ്പാസിറ്റിക്ക് അനുസരിച്ച് അവർ ചെയ്യാൻ പറ്റും. അപ്പം തീർച്ചയായിട്ടും ഇവർ അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്തേണ്ട 2 പേര് തന്നെയാണ് നമ്മുടെ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവും മുൻ മന്ത്രിയായിരുന്ന വി അബ്ദുറഹിമാനും.